ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു നല്ല ഹെയർ ടിപ്പാണ്. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് മുടി വളരണം, പിന്നെ മുടി പൊഴിച്ചിലൊക്കെ ഉള്ളവർ, പിന്നെ താരൻ്റെ പ്രശ്നങ്ങളുള്ളവർ, ഉള്ളവർക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുടിക്ക് പ്രശ്നമുള്ള എല്ലാ ആൾക്കാരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള അരി ഇങ്ങനെ എടുക്കുക ഒരു പാത്രത്തിൽ. അതിനുശേഷം വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകുക. ഒറ്റ പ്രാവശ്യം കഴുകിയാൽ മതിയാവും. എന്നിട്ട് ആ വെള്ളം നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കളയുക. അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുക അരിയിൽ. ഒരു 10 മിനിറ്റ് ഒക്കെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വയ്ക്കണം. 10 മിനിറ്റ് കൊണ്ട് ഇത് വെള്ളം അരി നന്നായിട്ടൊന്ന് കുതിർന്ന് നമുക്ക് കിട്ടും. ആ വെള്ളമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ, ഇതുപോലെ അരി കഴുകിയ വെള്ളം, ആദ്യത്തെ പ്രാവശ്യമല്ല രണ്ടാമത്തെ പ്രാവശ്യം കഴുകിയ വെള്ളം നമുക്കെടുത്തിട്ട് നമുക്ക് അതൊരു ഗ്ലാസ്സിൽ ഒരു ബൗളിലേക്ക് ഇങ്ങനെ മാറ്റാം. അതിനുശേഷം നമ്മൾ ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പറ്റണ പോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്കിത് അങ്ങനെ തന്നെ വിടാം. 20 മിനിറ്റിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത്. 20 മിനിറ്റിന് ശേഷം ഈ വെള്ളം നമുക്ക് തലയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവില്ലേ, ഇത് നമുക്ക് കഴുകിക്കളയാം. കഴുകുമ്പോൾ ഇതിനിങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്കിതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഗ്രോത്ത് മാത്രമല്ല, നമ്മുടെ ഡാൻഡ്രഫ്, അതുപോലെ ഹെയർ ഫോൾസ് ഉള്ളവർ, അവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു റെമഡിയാണ്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് നമ്മൾ മാക്സിമം. ആഴ്ചയിൽ 1 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. മാക്സിമം നമുക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. അതിന് മുകളിൽ വേണ്ട. അപ്പം നമ്മൾ എന്തായാലും ഒരു മാസത്തിൽ 4-5 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ വേറൊരു ടിപ്പുമായിട്ട് കാണാം.